ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വെളുപ്പിരി KSRTC ഒക്കെ കാണിക്കണം എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ കണ്ണൂർക്ക് പോകുവാണ്. അതിനുവേണ്ടി വൈക്കം KSRTC സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എറണാകുളം പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഡയറക്റ്റ് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് വെളുപ്പിന് 5:10 ആയപ്പോഴത്തേനും ഞങ്ങൾക്കൊരു ബസ് കിട്ടി. ഞങ്ങൾ അതുകൊണ്ട് ചേർത്തലയ്ക്ക് കയറി കേട്ടോ. അപ്പോൾ ട്രെയിനും വെയിറ്റ് ചെയ്ത് ഇരിക്കണ ഇരിപ്പാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗുരുവായൂർക്ക് ഒരു ട്രെയിൻ അപ്പുറത്തോടെ പോകണം. എന്നാൽ പിന്നെ ആ ട്രെയിനും ഫുള്ളങ്ങ് എടുത്തേക്കാമെന്ന് ഓർത്ത് അതും വീഡിയോയിലേക്ക് പകർത്തിയേ. ഞങ്ങളുടെ ട്രെയിൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. 6:45 എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ട്രെയിൻ വന്നപ്പോൾ 7 മണി കഴിഞ്ഞ് കേട്ടോ. ഒരു അരമണിക്കൂറോളം ലേറ്റായിരുന്നു ഞങ്ങളുടെ ട്രെയിന്. ഞങ്ങളപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രെയിൻ വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇൻ്റർസിറ്റി ആയതുകൊണ്ട് തന്നെയാവും. ഏണാട് എക്സ്പ്രസ് ആയിരുന്നേ. ഞങ്ങൾക്ക് ട്രെയിൻ വന്നു. ഞങ്ങൾ അതിൽ ഇടിച്ചു കുത്തിയാണ് കയറിയത്. എറണാകുളം വരെ നല്ല തിരക്കായിരുന്നു. എറണാകുളത്ത് ജോലിക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കണം അധികവും. കാരണം അവർക്ക് ട്രെയിനല്ലേ ആശ്രയിക്കണം ഏറ്റവും നല്ലത്. അതുകൊണ്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. പിന്നെ ഈ പോണ കാഴ്ചകളാട്ടോ രണ്ട് സൈഡിലും ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതിനുശേഷം കണ്ണൂരെത്തി. കണ്ണൂർ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ട്രെയിനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ട്രെയിന് തിരക്ക് വന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ ബുക്ക് ചെയ്തൊക്കെയല്ലേ പോണത്. എന്തായാലും നല്ല യാത്രയായിരുന്നു. അത്യാവശ്യം നല്ല ചൂടായിരുന്നു കണ്ണൂർ. നമ്മുടെ ഇവിടുത്തെ അപേക്ഷിച്ച് കണ്ണൂർ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ബസ്സിന് പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ ഞങ്ങളെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ തന്ന് ഫ്രഷായി. അതിന് ശേഷം ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടാക്കും അവർ ഫാമിലി കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് കണ്ണൂർ ജയിലാണ്. അപ്പോൾ ഞങ്ങൾ ഫോൺ എടുത്ത് പിടിച്ചപ്പോഴത്തേനും ജയിൽ പതുക്കെ പാസ് ചെയ്ത് ഇങ്ങ് പോകുന്നതായിരുന്നേ. പിന്നെ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിലിരുന്ന് കണ്ണൂരിൻ്റെ വിശേഷവും അതുപോലെ തന്നെ കണ്ണൂർ തെയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുവാണ് ഞങ്ങൾക്ക് ഈ കണ്ണൂർ തെയ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. കാരണം ഞങ്ങൾ കോട്ടയം ഇങ്ങോട്ട് നമുക്ക് തെയ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കണ്ണൂരുകാർക്ക് അതൊന്നും അറിയാമെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുവാണ്. ആ കൂട്ടത്തിലൊരു പാലം കണ്ടപ്പോൾ ഞങ്ങൾ അതും എടുത്തു വെച്ചു. കാരണം ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമാണ്. കാര്യം നമ്മൾ കണ്ണൂരും ഒക്കെ പോയി തൊഴുന്നിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ നിന്നിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം എന്നോട് പറയുമായിരുന്നു, ഞങ്ങളോട് പറഞ്ഞു തന്നു ജൂൺ തുടങ്ങുമ്പോൾ തന്നെ തെയ്യങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് ഇത് പാർട്ടിയുടെ ഒരു ജാഥ പോലെയാണ്. DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ MLA ആണെന്ന് പറഞ്ഞു കേട്ടോ. അവിടുത്തെ ഈ ജീപ്പിൻ്റെ മേളിൽ നിൽക്കണത്. അതിനുശേഷം DJ പാർട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ബേസ് വെച്ചല്ല ഞാനിത് ഷൂട്ട് ചെയ്തത്. കണ്ടപ്പോൾ ഞാനങ്ങ് ഷൂട്ട് ചെയ്തു. കാരണം നമുക്ക് ഇലക്ഷനൊക്കെ അല്ലേ. അങ്ങ് ട്രെയിനിൽ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇലക്ഷനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നും അങ്ങനെ ഇതായില്ല. ഞങ്ങൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. കാരണം സ്റ്റേ ചെയ്തത് ഇതുണ്ട് മുത്തപ്പൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. സ്റ്റേ ചെയ്തത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അന്നത്തെ ദിവസം മുത്തപ്പനില്ല. അന്ന് നമുക്ക് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് കൂട്ടത്തെയ്യം, അതായത് കൂട്ടക്കളിയാട്ടം എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അവിടെ ഉള്ളവരോടൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. കാരണം ചിലപ്പോൾ ഇത് 2 ദിവസമായി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പം നമ്മൾ കുറച്ചൊക്കെ എനിക്ക് മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. നമ്മൾ പോയ ദിവസം നമുക്ക് പ്രത്യേകതയൊന്നും അറിയത്തില്ലായിരുന്നേ. അപ്പം ഞങ്ങൾ റൂമൊക്കെ എടുത്ത് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ 2 സൈഡും നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് ഈ ഓരോ ഷോപ്പിലും ഇട്ടാണ് ലൈറ്റും അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കാഴ്ച കണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് വൈക്കം അമ്പലം എന്നാണ് വൈകി വന്നത്. എവിടെ പോയാലും നമ്മൾ വൈക്കത്തുകാർ വൈക്കം എന്നല്ല പറയുള്ളൂ. അങ്ങനെ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മടപ്പുരയിലേക്ക് നമ്മൾ കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് അന്നദാന മണ്ഡപം ഉള്ളത്. അന്നദാനം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വൻപയർ വേവിച്ചതും പിന്നെ ഒരു ചായയും ഒരു തേങ്ങാക്കൊത്തൊക്കെയാണ് നമുക്കുള്ളത്. അതിനുശേഷം നമ്മൾ വന്ന ഉദ്ദേശം നമ്മൾ ഭഗവാനെ കണ്ട് തൊഴാനല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെരുപ്പ് കൂരിയിട്ട് ഞങ്ങൾ ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട്, അതായത് മുത്തപ്പനെ കണ്ട് ദർശനം നടത്താൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ അവിടെ പുഴയുടെ അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് അവിടെ ചെല്ലുന്ന എല്ലാവരും കാല് കഴിയതിന് ശേഷമാണ് മുത്തപ്പൻ മടപ്പുരയിലേക്ക് കയറുന്നത്. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ അവിടെ ചെന്ന് കാലൊക്കെ കഴുകി അതിന് ശേഷമാണ് മടപ്പുരയിലേക്ക് കയറിയത്. അപ്പം നമുക്ക് മടപ്പുരയിലേക്ക് നമുക്ക് ഈ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറയൊന്നും എടുക്കാൻ പാടില്ല. കാരണം ഞങ്ങൾ തെയ്യം കണ്ടുകൊണ്ടിരുന്ന സമയത്തും ക്യാമറയൊന്നും എടുക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വെളിയിൽ വരെയാണ് നമ്മൾ എടുത്തേക്കണത്. കാരണം ആചാരങ്ങളൊക്കെ നമുക്ക് ഇതാക്കാനുള്ളതല്ല. നമ്മൾ ആരുടെ ഒരു ഇതിലും നമുക്ക് പോലെ ചിലപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ടൊന്നും ക്യാമറ എടുത്തിട്ടില്ല. അതിനുശേഷം നല്ല ഭംഗിയായിട്ട് തൊഴുതിറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പ്രസാദം നല്ല ഭംഗിയായിട്ട് തൊഴുതു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് തിരക്ക് വന്നത് ഈ ഒരു ഇതുകൊണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ഈ വൻപയർ നമ്മുടെ പ്രസാദം കഴിക്കുന്ന സ്ഥലം. അപ്പം എല്ലാവരും അത് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ആര് ചെന്നാലും നമുക്ക് അവിടെ ചെല്ലും. ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ആണ് ഇവിടെ ജാതി മത അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് മുത്തപ്പനെ തൊഴാൻ കേട്ടോ.
അപ്പം ഇത് തെയ്യത്തിൻ്റെ, അതായത് തെയ്യത്തിൻ്റെ തന്നെ രണ്ട് ഇതുണ്ടെന്നാണ് പറഞ്ഞത്. രാവിലെയും നമ്മുടെ വൈകിട്ട് വെള്ളാട്ടവും വൈകിട്ട് രാത്രിയിൽ വെള്ളാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തിരുവപ്പന എന്ന് പറഞ്ഞ ഒരു ഇതുമുണ്ട്, മുത്തപ്പൻ്റെ കെട്ടിയാടുന്നതാണ്, തെയ്യങ്ങളാണ്. അപ്പം ഇത് ഈ വെള്ളാട്ടമാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ മുത്തപ്പൻ ഈ മഠത്തിനോട് ചേർന്ന്, അതായത് മുത്തപ്പൻ്റെ അമ്പലത്തിനോട് ചേർന്ന് ഇങ്ങനെ ഒരു വീട് പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെയാണ്, ഇതെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം അവിടെ നിൽക്കുന്നവർ കുറച്ച് പേരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും ഇത് നമ്മളെപ്പോലെ തന്നെ വന്ന ആളുകളാണ്. അപ്പോൾ അവർക്കും അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ മാക്സിമം ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇത് കാണാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്നോർത്തുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ചൂട്ട് കെട്ടണതിൻ്റെ ഇത് ഞാൻ ചോദിച്ചു കേട്ടോ. ഇത് ചൂട്ട് കെട്ടെന്ന് പറയുമ്പോൾ മുത്തപ്പൻ്റെ അവതാര ലക്ഷ്യം, അതായത് മുത്തപ്പൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനായി നാട് നീളെ സഞ്ചരിക്കുന്ന കാലത്ത് ഒരിക്കൽ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്ന് യാത്ര തിരിച്ചു, അതായത് പഴശ്ശിനിക്കടവിലേക്ക് ലക്ഷ്യമാക്കി. അപ്പോൾ കൂരിരുട്ടായതുകൊണ്ട് മുത്തപ്പന് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ചൂട്ട് പിടിച്ചു. അതിൻ്റെ ഐതിഹ്യത്തിലാണ് നമ്മൾ ഈ ചൂട്ട് കത്തിച്ച് പിടിക്കണത്. ഈ ചൂട്ട് കത്തിച്ച് പിടിക്കുന്ന തെയ്യം കെട്ടുന്ന സമയത്ത് കത്തിച്ച് പിടിച്ചതെന്നാണ് വിശ്വാസം കേട്ടോ. മുത്തപ്പൻ്റെ ഈ യാത്ര അനുസ്മരിച്ചാണ് ഇന്ന് ക്ഷേത്രത്തിൽ ചൂട്ട് കത്തിച്ച് ആചാരം നടത്തുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതായത് മുത്തപ്പൻ, അതായത് തിന്മയുടെ ഇത് മാറി വെളിച്ചം വരാനും എന്നുള്ളൊരു ഉദ്ദേശവും ഉണ്ടെന്നാണ് അവർ നിന്ന ആളുകൾ പറഞ്ഞു കേട്ടത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ വേറൊരു കഥ പറഞ്ഞ്, മുത്തപ്പൻ തൻ്റെ മാതാപിതാക്കൾക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ, അതായത് മുത്തപ്പൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി ജ്വലിച്ചിരുന്നു. ആ കഥയിൽ ദൈവിക തേജസ്സിനെയും അഗ്നിയെയും ചൂട്ട് പ്രതിനിധീകരിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിത് മൊത്തം ഈ ഇതിൽ തന്നെ, അതായത് ആ ചെണ്ടയുടെ താളമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവേ. അതിനുശേഷം മുത്തപ്പൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ എന്നും രാവിലെയും, അതായത് രാവിലെ പയറുണ്ട്, ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം അന്നദാനം ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങളത് ഉണ്ണാൻ വേണ്ടിയിട്ട് ഞങ്ങളും കൂടെ പോയി. കാരണം മുത്തപ്പൻ്റെ അടുത്ത് തന്നെ എല്ലാവർക്കും വയറ് നിറച്ച ആഹാരം മുത്തപ്പൻ കൊടുത്തേ വിടുള്ളൂ. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡുകളിലായിട്ട് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന്, അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ക്യൂ ആട്ടോ അവിടെ ഉള്ളത്.
അതിനുശേഷം ഭംഗിയായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ അതാ ഈ സാമ്പാറും മോരുമാണ്. ഉച്ചയ്ക്കും ഇത് തന്നെയാണ്, വൈകുന്നേരം ഇത് തന്നെയാണ്. ഒരു ഗ്ലാസ് നല്ല ചൂട് വെള്ളമുണ്ട്. അതാ ഈ ഹാളിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ വലിയ തിരക്കൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് നമുക്ക് ചോറ് കിട്ടുകയും കഴിക്കുകയൊക്കെ ചെയ്യും. ഇത് പൊട്ടൻ ദൈവം, അത് നാളത്തേക്കുള്ള തെയ്യത്തിൻ്റെ ഇതാണ്. കാരണം രാത്രി മൊത്തം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത രാത്രി ഫുള്ള് തെയ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പോയത്, കളിയാട്ടാണ്. കഴിയും കാലം സംഗതിയാ പരദേവതയ്ക്കൊരു കോമരമായി പലതും പല 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 ചാതമായി അറിയിച്ചത് പൊട്ടല്ല ഇത് പൊട്ടാൻ എന്ത് പലർക്കും തോന്നി. അങ്ങനെ ഒട്ടുവർഷം നാളിൽ ഇഷ്ടമോടെ വാണത് ചെയ്തത് തക്കത്തെ പല നാട് നിനത്താൻ ചത്രമുരുചരികയുമായി ശത്രുവയോ തീർപ്പതിനായി അത്തരം കദളിക്കുളം അതിലടയത്താമ്പോൾ ഇത് അമ്പലത്തിൻ്റെ വെളിയിലും കൂടെ നടന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ സൗണ്ട് എടുക്കാത്തത് നമ്മൾ ആ ചെണ്ടകൊട്ടും വാദ്യങ്ങളോട് കൂടി തന്നെ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വോയിസ് ഒന്നും കൊടുക്കാത്തത്. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് കയറിയേ. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിൽ ഇതാണ്.
നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ബോർഡിൽ എന്താണ് എന്നൊക്കെ വായിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ലേ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. ഇപ്പോൾ ഈ കണ്ട തെയ്യം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ മനയിലെ കാരണന്മാരുടെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ നിന്ന ആളുകൾ പറഞ്ഞത്. അവർ പറഞ്ഞൊരറിവ് മാത്രമേ എനിക്കുള്ളൂ. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാദ്യമേളങ്ങളൊന്നും കളയാതെ ഞാൻ അതിൻ്റെ രീതിയിലിട്ടത് നിങ്ങൾക്ക് ആ ഒരു അവിടെ പോയി കണ്ട ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കിട്ടാത്തത്. ഞങ്ങൾ ഈ ഒരു ടൈം വരെ 1:30 വരെ ഞങ്ങൾ അവിടെ നിന്ന്, അതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ വെളുപ്പിന് 4:30, അതായത് കണ്ടിന്യൂസ് രാത്രി ഫുള്ളുണ്ട് കേട്ടോ. അതപ്പോൾ വെളിയിൽ നിന്ന് ഇതാണ്ട് ഒരു വേറൊരു തെയ്യം വരുന്നുണ്ട്. എനിക്ക് തെയ്യങ്ങളുടെ പേരൊന്നും കറക്റ്റ് അറിയില്ല. അറിയുന്നവരെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇതുകൊണ്ട് ഈ തെയ്യം വന്ന് ഉള്ളിൽ മുത്തപ്പനെ തൊഴാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് തീർന്നു. ഇനിയും കുറച്ച് നാളത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാവേ.